സമ്പലിൽ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. സംശയം ഉളവാക്കുന്നതോ ദുരൂഹത ഉളവാക്കുന്ന കാര്യങ്ങളുണ്ടോ? സമ്പലിൽ കോടതി ഉത്തരവ് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ആയിരുന്നു അവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പരീക്ഷണങ്ങളല്ല, പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സമ്പൽ മോസ്ക് തന്നെ ASIയുടെ ആണ്. ASIക്ക് കൊടുത്തിരുന്ന മോസ്ക് അവിടുത്തെ കുറേ ആളുകൾ കയ്യേറി ASIക്കാരെ അടിച്ച് പുറത്താക്കി. ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെട്ട് ASI കേസ് കൊടുത്തിരിക്കുക. കാരണം അത് ഇങ്ങനെയാണല്ലോ, ASIയുടെ കൈവശം ഇരിക്കുന്ന സാധനം അവർ വക്കഫാണെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവുക. വക്കഫാണെന്ന് പറയാതെ തന്നെ കൊണ്ടുപോയതാണ്. ഇവർ കയറി അവിടെ മൊത്തം അടിമുടി ഇതിൻ്റെ രൂപമൊക്കെ മാറ്റി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആരാധനയ്ക്ക് തുറന്നു കൊടുത്ത് ASIക്കാരെ കയറ്റൂല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് അവിടുത്തെ വിശ്വാസികൾ പറയുന്നത് ഇത് പൗരാണികമായ ഹരിഹർ മന്ദിർ എന്നു പറയുന്ന ഒരു വിഷ്ണു ക്ഷേത്രം തകർത്ത് അവിടെ ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ ഷാഹി ജമാ മസ്ജിദ് എന്നാണ് തദ്ദേശവാസികളുടെ പരാതി. അങ്ങനെയാണ് ഒരു കേസുണ്ടാവുന്നതും കേസിനെ തുടർന്ന് സർവേ നടത്താൻ ASIക്ക് കോടതി ഉത്തരവിട്ടു. ഇപ്പോൾ എല്ലാ സർവേകളും നിർത്തിവെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുക. 91 ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് സംബന്ധിച്ചുള്ള നിയമപ്രകാരം നിയമത്തെ ചാലഞ്ച് ചെയ്ത നിയമം തന്നെ ചോദ്യം ചെയ്തു വെച്ചിരിക്കുന്ന ഹർജിയിൽ അപ്പോൾ ഇതിൽ തീർപ്പാകുന്നവരെ എല്ലാ സർവേകളും നിർത്തിവെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുക. എന്നാൽ പോലും സർവേ നടത്തിയ ASIക്കാർ അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. അവർ സർവേ റിപ്പോർട്ട് കൊണ്ട് അവിടുത്തെ കോർട്ട് ഓഫ് സിവിൽ ജഡ്ജിൻ്റെ കോടതിയിൽ കൊണ്ട് കൊടുത്തു. അത് സീൽഡ് കവറിലാണ് കൊടുത്തിരിക്കുന്നത്, മുദ്ര വെച്ച കവറിലാണ് കൊടുത്തത്. എല്ലാ റിപ്പോർട്ടുകളും മുദ്ര വെച്ച കവറിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കവറിൽ നിന്ന് ഒരു താഴെ പോകത്തില്ല അല്ലേ. ഒരുപാട് കേസ് വരുത്തും. ഇതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് സർവേയുടെ റിപ്പോർട്ടും മറ്റേ റേഷനറി മെഡിസിൻ്റെ റിപ്പോർട്ട് ഇവിടെ കവറിൽ നിന്ന് മാറിപ്പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് സീൽ ചെയ്താണ് കൊടുക്കുന്നത്. സുപ്രീം കോടതിയാണെങ്കിൽ സീൽ ചെയ്ത് ഒന്നും വേണ്ട എന്ന് മീഡിയ വണ്ണിൻ്റെ കേസിൽ പറഞ്ഞു. അന്ന് പറഞ്ഞു സീൽഡ് കവറിലൊന്നും പറ്റില്ല, എല്ലാം തുറന്ന കവറിൽ വേണം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇതേ സുപ്രീം കോടതി ഒരുപാട് സാധനങ്ങളിൽ സീൽഡ് കവറിൽ തരാൻ പറഞ്ഞു. കോടതി അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതിൽ. അപ്പോൾ ഈ റിപ്പോർട്ട് സീൽഡ് കവറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്ത് വന്നു. സോഷ്യൽ മീഡിയയിലുണ്ട്, നോർത്ത് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. 4.5 മണിക്കൂർ വീഡിയോ ഫുട്ടേജ് ഉണ്ട്. പള്ളിയുടെ ഭാഗങ്ങൾ വിശദമായ പരിശോധന നടത്തിയതിൻ്റെ 4.5 മണിക്കൂർ വീഡിയോ ഫുട്ടേജ്. അതിനകത്ത് 1200 ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിന് തെളിവായിട്ട് 1200 ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇത്രയും കാര്യങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അതിനകത്ത് ഫുൾ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, മോസ്കിനുള്ളിൽ ഒരു ആൽമരമുണ്ട്. ആൽമരം സാധാരണ കാണുന്നത് എവിടെയാണ്? അമ്പലത്തിലാണ്. പള്ളിയിൽ, ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ആൽമരം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ചില ആളുകൾക്ക് ആൽമരം, ഒരു പ്രമുഖൻ ഒരു ചടങ്ങിൽ വനംവകുപ്പിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് മരത്തൈ നടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, വായനക്കാർക്ക് ഓർമ്മിച്ചെടുക്കാമെങ്കിൽ പ്രേക്ഷകർ ചിലയിടത്തൊക്കെ വന്നിരുന്നു. ഓർമ്മിച്ചെടുക്കാമെങ്കിൽ ഓർമ്മിച്ചെടുക്കുക, ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കുറ്റം പറയാൻ ഞാനാണല്ല, അവരുടെ വിശ്വാസം അനുസരിച്ച് അവരൊരു ജീവിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിനോട് വനംവകുപ്പ് നടാൻ വേണ്ടി കൊടുത്തത് ഒരു ആൽമരത്തിൻ്റെ തൈയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആൽമരം നടില്ല. ആൽമരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മരം നടന്നാൽ ഒരു പ്രദേശത്ത് മുഴുവൻ തണൽ കിട്ടും അല്ലേ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുന്ന പുറത്തേക്ക് വിടുന്ന മരം ആൽമരമാണ്. പക്ഷേ ആൽമരം ഞാൻ നടില്ല എന്ന് ആ പ്രമുഖൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വേറെ ഒരു ചെടി കൊണ്ടുവന്ന് നടേണ്ടി വന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എനിക്കറിയില്ല ശരിയാണോ ഇല്ലെങ്കിൽ. ഇനി അങ്ങനെ അദ്ദേഹം ചെയ്തെങ്കിലും തെറ്റാണെന്ന് ഞാൻ പറയില്ല. എൻ്റെ വിശ്വാസപ്രകാരം അത് പറ്റില്ല. എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ നിലവിളക്ക് കൊളുത്തില്ല. എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള പ്രസാദം കഴിക്കില്ല എന്നൊക്കെ പറയാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പോൾ അത് ആൽമരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേതാണ് എന്ന് പ്രബലമായി ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്ന ഒരു കാര്യം പറയാമെന്ന് ഓർത്തില്ല. പലയിടത്തും ആൽമരം പെട്ടെന്ന് വീഴുകയാണ്. ഒരു ആൽമരം ജിഹാദാണെന്ന് സംശയം. ക്ഷേത്രങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൽമരം വീഴുന്നു. ചിലപ്പോൾ ആൽമരമൊക്കെ പെട്ടെന്ന് കരിഞ്ഞുണങ്ങുന്നു. ഇത് പ്രേക്ഷകർ ശ്രദ്ധിച്ചറിയാം, പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നെ പലരും വിളിച്ചു പറഞ്ഞു, ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആൽമരം പെട്ടെന്ന് കടപുഴുകി വീഴുന്നു. ആൽമരമൊന്നും അത്ര പെട്ടെന്ന് വീഴില്ല. ഒരുപാട് വേരുകളുണ്ടല്ലേ, എത്രയോ വർഷങ്ങളായി നിൽക്കുന്ന ആൽമരം. പക്ഷേ ചെറിയ ആൽമരമൊക്കെ പെട്ടെന്ന് വീഴുകയാണ്. അപ്പോൾ അത് ആൽമരം ഇനി വേണ്ട കേരളത്തിൽ
എന്നാരെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിച്ചിട്ടാണ് ചില ആളുകൾ നമ്മളെ വിളിച്ചു പറയുന്നത്. ഏതായാലും ഇങ്ങനെയുണ്ട്. അപ്പോൾ ആൽമരം എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് തർക്കമില്ല. അത്തരം ഒരു ആൽമരം ഇപ്പോൾ ഈ പറയുന്ന ഷാഹി ജമാ മസ്ജിദിൻ്റെ വളപ്പിൽ ഉള്ളിലുണ്ട്. അത് ഒന്നാം റിപ്പോർട്ടിലെ ഒരു പോയിൻ്റാണ്. ഇനി ഈ ഒരു കിണറുണ്ട്. ഈ കിണറുകൾ എവിടെ ഉണ്ടാവുക? എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് കിണറുണ്ട്. ആ തീർത്ഥത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വെള്ളം എടുക്കുക. ആ കിണറിൻ്റെ പകുതി മസ്ജിദിന് പുറത്തും പകുതി മസ്ജിദിനകത്തുമാണ്. പുറത്തുള്ള ഭാഗം മൂടിയ നിലയിലാണ് എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫും വീഡിയോ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൽ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ. കൊത്തുപണികളൊക്കെ വരുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി നോക്കിയാൽ പലതരത്തിലുള്ള കൊത്തുപണികളാണ്, ചിത്രപ്പണികൾ. അതിൽ പൂക്കളുടെ ചിത്രം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന പൂവ് ഏതാണെന്നറിയോ? താമരയാണല്ലേ? താമരയാണ്. സരസ്വതി ദേവി ഇരിക്കുന്ന താമരയാണ്. ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു പുഷ്പമാണ് താമര. ഈ താമരയ്ക്ക് ക്രിസ്ത്യൻ പള്ളിയിലും മോസ്കിലും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരം കൊത്തുപണികളുള്ള 50ഓളം 50ഓളം ചിത്രീകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹിന്ദുക്കൾ ആരാധിക്കുന്ന പുണ്യമായി കരുതുന്ന പൂവുകൾ കൊത്തി വെച്ചിരിക്കുന്ന 50ഓളം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ മകുടം ഉണ്ടല്ലോ, മറ്റേ ഡൂമിൻ്റെ ഭാഗം പരന്നതാണ്. പരന്നതിൻ്റെ ഒരു പരന്ന സാധനത്തിൻ്റെ മുകളിൽ ഡൂം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു പരന്ന പ്രതലം. ഇത് മേശ പരന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഇഡ്ഡലി പോലത്തെ ഒരു സാധനം കൊണ്ട് വെച്ചിരിക്കുന്നു. കാണുമ്പോഴേ അറിയാം ഒരു ഇഡ്ഡലി എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചതാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായി ഡൂം ഉണ്ടാവുന്നത് ഒരു പരന്ന പ്രതലത്തിലല്ല, നേരെ വന്നിങ്ങനെ ഡൂം പോലെ മകുടം പോലെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ഒരു ഡൂം എടുത്ത് ഒരു പരന്ന പ്രതലത്തിൻ്റെ മുകളിൽ വെച്ചതാണ്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു മേശപ്പുറത്ത് ഇഡ്ഡലി എടുത്ത് വെച്ചു. മേശ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചിത്രമുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ വളരെ വ്യക്തമാണ് പണ്ടൊരു നിർമ്മിതി ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ നടത്തിയതിൻ്റെ തെളിവുകൾ ഉണ്ട്. പുതുതായി നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ തെളിവുകളും അടയാളങ്ങളും വ്യക്തമാണ്. അപ്പോൾ പഴയതായിട്ട് ചില സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ചില സാധനങ്ങൾ ചെയ്തതാണ് എന്ന് വളരെ വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിൻ്റെ വീഡിയോഗ്രാഫ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഇനി പറയുന്നു ആ ക്ഷേത്രം എന്ന് പറയുന്ന ഈ പള്ളിയുടെ ഭാഗത്ത് പ്രധാനപ്പെട്ട ത്രികോണാകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ആ ത്രികോണാകൃതിയിലുള്ള ഭാഗം ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മറച്ചിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഭാഗമാണോ എന്ന് സംശയിക്കപ്പെടുന്നു. അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മറച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മോസ്കിന് ഇപ്പോൾ ഡൂം ഉണ്ടല്ലോ, താഴികക്കുടം അല്ലെ മകുടത്തിൻ്റെ നേരെ അടിയിൽ, ഈ മോസ്കിൻ്റെ അടിയിൽ ഒരു വലിയ ശരറാന്തൽ തൂങ്ങിക്കിടപ്പുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ശരറാന്തലുണ്ട്, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ. ഈ ശരറാന്തൽ തൂങ്ങിക്കിടക്കുന്നത് ഇരുമ്പിൻ്റെ ചെയിനുകളിലാണ്. ഈ ചെയിൻ പരിശോധിച്ചപ്പോൾ അത്തരം ചങ്ങലകൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള പോയിൻ്റുകളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് പറഞ്ഞു വെക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് ഹരിഹർ മന്ദിർ ആയിരുന്നു. അത് പൊളിച്ചിട്ട് പണിതാണ് ഈ ഷാഹി ജമാ മസ്ജിദ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ASI ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാഷ്ട്രീയമായും ഒക്കെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം RSSൻ്റെ മേധാവി പറയുന്നു പുതിയ ക്ഷേത്രങ്ങൾ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് പള്ളി പൊളിക്കാനൊക്കെ പോയി അടിയിൽ നിന്ന് ക്ഷേത്രം കണ്ടെടുത്ത് അങ്ങനെ ഹിന്ദു നേതാക്കന്മാരൊന്നും ഉണ്ടായി വരണ്ട എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു കാലുഷ്യമുള്ള അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുന്നുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് 91 നിയമം, ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് സംബന്ധിക്കുന്ന നിയമം. അതായത് 1947 ഓഗസ്റ്റ് 15 എന്തൊക്കെ അമ്പലമായിരുന്നോ, എന്തൊക്കെ പള്ളിയായിരുന്നോ, എന്തൊക്കെ മോസ്കായിരുന്നോ അതൊക്കെ അതേപടി തുടരണം എന്നൊരു നിയമം 91 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു. എക്സെപ്ഷൻ കൊടുത്തത്
രാമജന്മഭൂമിക്ക് മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇനി വേറൊന്നും അവകാശപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരകാലം നിലനിൽക്കേണ്ട നിയമമൊന്നുമല്ല. ആ നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി പോകേണ്ട കാര്യമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വേണമെങ്കിൽ ആ നിയമം മാറ്റാവുന്നേ ഉള്ളൂ. കേന്ദ്രം കൊണ്ടുവന്ന നിയമം കേന്ദ്രത്തിന് റദ്ദാക്കാം. കേന്ദ്രത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ്, അവകാശമാണ്. വേണമെങ്കിൽ ബില്ല് പോലും പാസ്സാക്കേണ്ട ഒരു ഓർഡിനൻസ് വഴി അത് റദ്ദാക്കിയിട്ട് പുതിയ നിയമം കൊണ്ടുവരാം. അതൊക്കെ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും കേന്ദ്രം പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയൊന്നുമല്ല, ഒരു നിയമമല്ലേ. നിയമം ക്വാഷ് ചെയ്യാനും അമെൻഡ് ചെയ്യാനും കേവല ഭൂരിപക്ഷം മാത്രം മതി. അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനെതിരെ കേസുമൊക്കെ ആയിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സമ്പലിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സമ്പലിൽ ഈ ഹരിഹർ മന്ദിറിൻ്റെ പേരിലുള്ള തർക്കം, സമ്പൽ മസ്ജിദിൻ്റെ കേസ് വന്നതിന് ശേഷം സമ്പലിൽ ഒരുപാട് ഖനനങ്ങൾ നടക്കുകയാണ്. പലയിടത്തും കുഴിക്കുമ്പോൾ അമ്പലം കിട്ടുന്നു, പലയിടത്തു നിന്നും ക്ഷേത്രങ്ങൾ തന്നെ കണ്ടെത്തുന്നു. ക്ഷേത്രങ്ങളൊക്കെ കയ്യേറിയിട്ട് ക്ഷേത്രങ്ങളെ മറച്ച് വീടുണ്ടാക്കി വീടിനകത്താക്കി മാറ്റുന്നു. കാരണം സമ്പൽ പ്രദേശത്ത് വലിയ തോതിൽ ഹിന്ദുക്കൾക്കെതിരെ കൂട്ടക്കൊല നടക്കുകയും ഹിന്ദുക്കൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയും അങ്ങനെ ഹിന്ദുക്കളുടെ ഭൂമിയൊക്കെ ഒരു വിഭാഗം ആളുകൾ കയ്യേറി സ്വന്തമാക്കി താമസിക്കുകയും ചെയ്യുന്നൊരു സ്ഥലമാണ് സമ്പൽ. അതുകൊണ്ട് അന്ന് ഹിന്ദുക്കൾ ഓടിപ്പോയപ്പോൾ അവരുടെ വീട്ടിൽ കയറി താമസിച്ചു. അവരുടെ ക്ഷേത്രങ്ങളൊക്കെ എടുത്ത് അവർ നേരെ കവർ ചെയ്ത് ക്ഷേത്രം ഉള്ളിലാക്കി. അതും മാത്രമല്ല, എല്ലായിടത്തും ഉത്തർപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് നയാ പൈസ കൊടുക്കാതെ പള്ളി ഉൾപ്പെടെ മസ്ജിദ് ഉൾപ്പെടെ അത് നേരെ ട്രാൻസ്ഫോമർ വരെ മസ്ജിദിനകത്താക്കി കറണ്ട് മോഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ MP-യാണ്. MP-യും കൊടുക്കാനുണ്ട് 1.5 കോടി രൂപ കറണ്ട് ചാർജ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ സമ്പലിൽ അതിന് വന്നതിന് ശേഷം മൊത്തത്തിൽ ഖനനം നടന്ന് ഭൂമിക്കടിയിൽ ആണ്ടുപോയ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരുപാട് ഹിന്ദു ഐഡൻറ്റിറ്റി, ഹിന്ദു വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങൾ, ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് ഓരോ ദിവസം കണ്ടെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഹരിഹർ മന്ദിർ മാത്രം പൊളിച്ചിട്ടില്ല, ബാക്കിയെല്ലാം ഞങ്ങൾ പൊളിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ സാധൂകരണമൊന്നുമില്ല. അവിടെ സമ്പൽ പ്രദേശത്തെ ഹിന്ദുക്കളുടെ എല്ലാ സ്ഥലങ്ങളും ആളുകളെ കൊന്ന് ഓടിച്ചു, അവരുടെ വീടുകൾ കയ്യേറി, അവരുടെ ആരാധനാലയങ്ങൾ കവർന്നെടുത്തു, അത് ഭൂമിക്കടിയിലാക്കി. അതിൻ്റെയൊക്കെ ഖനനം നടക്കുന്നത് ഏതാണ്? ഈ ഹരിഹർ മന്ദിറും പൊളിച്ചിട്ടാണ് സമ്പലിലെ ഈ ഷാഹി ജമാ മസ്ജിദ് ഉണ്ടാക്കിയത് എന്ന പരാതി സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് സമ്പലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ഒരു കോടതിക്കും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.